നമസ്കാരം, DBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ രണ്ടാം കടവ് കോളനി നിവാസികൾ പരാതി നൽകിയെങ്കിലും പരിഹാരമില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ. ബാരപ്പോളിൽ വൈദ്യുതി ഉൽപാദനം താൽക്കാലികമായി നിർത്തി. പ്രതിസന്ധിക്ക് കാരണം കാലാവസ്ഥയിലെ മാറ്റം. പുഴയിലെ നീരൊഴുക്കിലും ഗണ്യമായ കുറവ്. കേളകം ശാന്തിഗിരിയിലെ ഭൂമിയിലെ വിള്ളലുകൾ രൂക്ഷം. സോയിൽ പൈപ്പിംഗ് പ്രധാന പ്രതിസന്ധി. പഠനം നടത്തിയ ഒരു പഞ്ചായത്തിനോട് പറഞ്ഞു ഇവിടെ താമസയോഗ്യമല്ല. ഭീതിയോടെ 13ഓളം കുടുംബങ്ങൾ. ചീമേനിയിൽ IT പാർക്കിന് ഏറ്റെടുത്ത സ്ഥലം കാട് മൂടിയ നിലയിൽ. പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. നശിക്കുന്നത് കോടികൾ മുടക്കിയ പദ്ധതി. ഉളിക്കൽ പഞ്ചായത്തിലെ 2 പാലങ്ങൾ അപകടാവസ്ഥയിൽ. പുതിയ പാലത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. പ്രതിസന്ധിയിലായി നാട്ടുകാർ. വർഷങ്ങൾ പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമാകാതെ നായിക്കാലി ടൂറിസം പദ്ധതി. നിർമ്മാണ ചിലവായി കണക്കാക്കുന്നത് 20 കോടി രൂപ. പൂർത്തിയാക്കാത്തത് 2019 തറക്കല്ലിട്ട പദ്ധതി. വാർത്തകൾ വിശദമായി. അയ്യൻകുന്ന് രണ്ടാം കടവ് കോളനിയിലെ ജനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വലയുന്നു. വർഷങ്ങളായി തുടരുന്ന ഈ അവസ്ഥയ്ക്ക് ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പണിയ വിഭാഗത്തിൽപ്പെട്ട 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ് രണ്ടാം കടവ് കോളനി. കാലങ്ങളായി വാഹന ഗതാഗതം സാധ്യമാകുന്ന വഴി ഇവർക്കില്ല. കിലോമീറ്ററുകളോളം എടുത്തുകൊണ്ടാണ് രോഗികളെ ആശുപത്രിയിലെത്തിക്കുന്നത്. കോവിഡ് കാലത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വൈദ്യുതി ബില്ലടയ്ക്കാൻ സാധിക്കാത്തതിനാൽ പിഴ കൂടി വന്നതുകൊണ്ട് വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. കോളനിയിൽ ഒരു വീട്ടിൽ മാത്രമാണ് വൈദ്യുതി ഉള്ളത്. വഴിക്ക് ഞങ്ങൾ കുറേ ആയി പറയുന്നേ, എല്ലാവരും എഴുതിയെടുത്തോണ്ടൊക്കെ പോകും. എന്നിട്ട് പാസ്സായെന്നൊക്കെ പറഞ്ഞ് ഈ പ്രാവശ്യം വന്നിട്ട് മീറ്റിംഗ് ഒക്കെ കൂടിയേ, എന്നിട്ട് ഇതുവരെയായിട്ടൊരു ഒന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ കറണ്ട് ബില്ലൊന്നും അടക്കാൻ പറ്റില്ലായിരുന്നു. വേനൽക്കാലം എത്തുമ്പോഴേക്കും ജലക്ഷാമവും രൂക്ഷമാകുന്നു. കോളനിക്ക് നടുവിലൂടെ ഒഴുകുന്ന തോടിന്റെ ഇരുവശങ്ങളിലും അരികുഭിത്തി കെട്ടാൻ അപേക്ഷ നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. മഴക്കാലമായാൽ പുഴ മുറിച്ചു കടക്കാൻ പറ്റാത്തതിനാൽ ഇക്കരെയുള്ളവർ അക്കരെയുള്ള ബന്ധുവീടുകളിലേക്ക് താമസം മാറും. പുഴ നിറഞ്ഞാൽ വെള്ളം വീട്ടുമുറ്റത്തെത്തും. പഞ്ചായത്ത് ഭരണസമിതി അതിൽ ഇടപെടലുകൾ നടത്തി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വഴി അവിടെ പാലം അനുവദിക്കാനുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റിക്ക് വേണ്ടി നോക്കിയപ്പോൾ ഇരട്ടി ട്രൈബൽ ഓഫീസർ ആ പാലം കടന്നു പോകുന്ന ഭാഗത്ത് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകളുണ്ട്, അവരുടെ സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പുള്ളി അതിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. കോളനിയിലെ എല്ലാ കുടുംബങ്ങൾക്കും അടച്ചുറപ്പുള്ള വീടുകളില്ല. ജനസംഖ്യ കൂടുതലുള്ള കോളനിയിൽ ആകെ 4 ടോയ്ലറ്റുകളാണുള്ളത്. ഇടയ്ക്ക് മാത്രം ലഭിക്കുന്ന കൂലിപ്പണിയും തൊഴിലുറപ്പുമാണ് ഇവിടുത്തുകാരുടെ ഏക വരുമാന മാർഗം. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ദുരിത വഴി താണ്ടുകയാണ് രണ്ടാം കടവ് കോളനിവാസികൾ. പലതവണ പരാതി നൽകിയെങ്കിലും ഇവരുടെ സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. രണ്ടാം കടവിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം ജോയ്സ് മേരി ജോർജ്, DBC ന്യൂസ്. കാസർഗോഡ് ചീമേനിയിലെ IT പാർക്കിനായി കോടികൾ ചിലവിട്ട് ഏറ്റെടുത്ത സ്ഥലത്ത് പൂർത്തിയായത് മതിൽ നിർമ്മാണം മാത്രം. കഴിഞ്ഞ ബഡ്ജറ്റിൽ 20 കോടി രൂപ അനുവദിച്ചെങ്കിലും പണികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 2010 VS അച്യുതാനന്ദന് മുഖ്യമന്ത്രിയായിരിക്കെ തറക്കല്ലിട്ട ചീമേനി IT പാർക്ക് ഇന്ന് കാട് കയറിയ അവസ്ഥയിലാണ്. 100 ഏക്കർ സ്ഥലത്ത് 6 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതിയായിരുന്നു ഇത്. കോടികൾ ചെലവഴിച്ച് ചുറ്റുമതിൽ കെട്ടിയതല്ലാതെ നാളിതുവരെയായി നിർമ്മാണ പ്രവൃത്തികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ തറക്കല്ലിട്ട IT പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 3 കോടി ചെലവഴിച്ചാണ് ഇവിടെ ചുറ്റുമതിൽ നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് ഈ പ്രദേശം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവു മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞു തുടങ്ങി. ചുറ്റുമതിലിന്റെ കവാടം തകർന്നതിനാൽ പകൽ സമയത്ത് പോലും സാമൂഹ്യവിരുദ്ധർ വിലസുകയാണ്. ഗ്രാമീണ മേഖലകളിൽ IT പാർക്കിന് സാധ്യതയില്ലാത്തതിനാലാണ് ഈ പദ്ധതി ഉപേക്ഷിച്ച് തദ്ദേശീയ ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കും വിധം വ്യവസായ പാർക്ക് എന്ന ആശയം മുന്നോട്ട് വന്നത്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും, ചെറുപ്പക്കാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വ്യവസായ പാർക്കിനെ ഇവിടെ നോക്കിക്കാണുന്നത്. ചീമേനി ടൗണിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം, ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് വരാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ തന്നെ നിരവധി സ്ഥലങ്ങൾ ഇനിയും നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അതെല്ലാം മറ്റു പല വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു തന്നെ വ്യവസായങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ അത് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയും കൂടി ഗവൺമെന്റ് ശ്രമിക്കണം എന്നും കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 20 കോടി രൂപ വ്യവസായ പാർക്കിന് ലഭിച്ചിരുന്നു. 20 വർഷത്തിനിടയിൽ മാറി മാറി വന്ന സർക്കാരുകൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. കോടികൾ ചിലവിട്ട് കൊട്ടിഘോഷിച്ച് മതിൽ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ ചീമേനി IT പാർക്കും വ്യവസായ പാർക്കും ഇന്ന് കാടുമൂടിയ നിലയിലാണ്. ക്ഷുദ്രജീവികളുടെ വിഹാര കേന്ദ്രമായും സാമൂഹ്യവിരുദ്ധരുടെ താവളമായും ഈ ഭാഗം മാറിക്കഴിഞ്ഞു.
നാടിന്റെ വികസനവും ജോലി സാധ്യതയും വാഗ്ദാനം ചെയ്യുന്ന IT പാർക്ക് വ്യവസായ പാർക്ക് എന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ക്യാമറ പേഴ്സൺ ജോയ്സിനൊപ്പം അഞ്ജന വിൻസെന്റ്, DBC ന്യൂസ്. ആധുനിക രീതിയിൽ കൂൺ കൃഷി ചെയ്ത് പ്രശസ്തി നേടുകയാണ് പുന്നാട് സ്വദേശി രാഹുൽ ഗോവിന്ദ്. പ്രതിവർഷം 7000 കിലോ കൂണാണ് രാഹുൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്നത്തെ തലമുറ ഉയർന്ന ജോലികൾ തേടിപ്പോകുമ്പോൾ തൻ്റെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങി നേട്ടങ്ങൾ കൊയ്യുകയാണ് ഈ ചെറുപ്പക്കാരൻ. കൂൺ കൃഷിയെ ആധുനിക രീതിയിലൂടെ കൃഷി ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് പുന്നാട് സ്വദേശി രാഹുൽ ഗോവിന്ദ്. മറൈൻ എഞ്ചിനീയർ കൂടിയായ രാഹുൽ 6 വർഷക്കാലം മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്ത ശേഷമാണ് കൂൺ കൃഷിയിലേക്ക് തിരിയുന്നത്. തൻ്റെ അമ്മയ്ക്കു വേണ്ടി പരമ്പരാഗത രീതിയിൽ ചെറിയൊരു ഷെഡിൽ ആരംഭിച്ച കൂൺ കൃഷിയാണ് ഇന്ന് 7000 കിലോ പ്രതിവർഷം ഉൽപാദനം നടക്കുന്ന ഫാമിലേക്ക് എത്തി നിൽക്കുന്നത്. ചിപ്പിക്കൂണുകളാണ് രാഹുലിന്റെ ഫാമിൽ അധികവും. കൂൺ കൃഷിയിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ക്ലാസും വിത്ത് മുതൽ കൂൺ ഫാം വരെ ഒരുക്കി കൊടുക്കുകയാണ് ഈ കർഷകൻ. ഞാൻ KVKയിൽ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഡോക്ടർ ജയരാജ് സാർ, ഞങ്ങളുടെ മെൻറ്റർ സാറാണ് ഇതിനെപ്പറ്റി കൂടുതൽ ഇതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടൊക്കെ കൂൺ കൃഷി ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അവിടുന്ന് കൂടുതൽ മനസ്സിലാക്കുകയും ആര്യ അട്രാക്റ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ, ആര്യ എന്ന് പറഞ്ഞിട്ടൊരു യുവതിയുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗമായി മാറുകയും മൺസൂൺ മഷ്റൂം എന്ന് പറയുന്നൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യും. അവിടുന്ന് ഇങ്ങോട്ട് പതിയെയുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു വളർച്ചയായിരുന്നു എനിക്കും ഈ മൺസൂൺ മഷ്റൂമിനും ഉണ്ടായത്. ഈ കുറഞ്ഞ വർഷം കൊണ്ട് രാഹുലിനെ തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങളാണ്. കൃഷി ജാഗ്രതൻ മഹീന്ദ്ര ടാറ്റർ ഇന്ത്യയുടെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ പ്രഥമ മില്യനർ ഫാമർ ഓഫ് ഇന്ത്യ എന്ന ദേശീയ പുരസ്കാരവും രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. കൂൺ കൃഷിയെ ആധുനിക രീതിയിലൂടെ കോർത്തിണക്കിക്കൊണ്ട് അംഗീകാരങ്ങൾ കൊയ്യുകയാണ് ഈ ചെറുപ്പക്കാരൻ. കൃഷി ചെയ്യാൻ മടിക്കുന്ന ഇന്നത്തെ ജനതയെ കൃഷിയിലേക്ക് എത്തിക്കുവാൻ ഈ നേട്ടങ്ങളിലൂടെ രാഹുലിന് സാധിക്കുന്നു. ഇത്തരം ചെറുപ്പക്കാർ സമൂഹത്തിന് നല്ലൊരു മാതൃകയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുന്നാടിൽ നിന്നും ക്യാമറമാൻ ഫിദലിൻസോടൊപ്പം അക്ഷയ് തിലകൻ, DBC ന്യൂസ്. കേരളത്തിൽ വളരെ അപൂർവമായി ചെയ്യുന്ന ഒരു കൃഷിയാണ് മുള. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങിയ കേളകം സ്വദേശി KJ അപ്പച്ചൻ സാറിന്റെ കൃഷിക്കാഴ്ചയിലേക്ക്. മുളങ്കൂട്ടങ്ങൾക്കിടയിൽ പ്രകൃതിയോടിണങ്ങിയ വീട്, കാണുമ്പോൾ മനസ്സിന് സന്തോഷവും കുളിർമയും തരുന്ന വീട്. താമസക്കാരൻ ഈ മുളങ്കൂട്ടങ്ങളുടെ കാവലാൾ KJ അപ്പച്ചൻ സാർ. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ചെടിയാണ് മുള. എന്നാൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ മുളയെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട് KJ അപ്പച്ചൻ സാറിന്. ചെറുപ്പത്തിൽ എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഒരു മുളങ്കൂട്ടമുണ്ടായിരുന്നു. അത് അന്ന് പൂത്തു. അപ്പോൾ പൂത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് തൈകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറോട് പറഞ്ഞു, അതിൻ്റെ തൈയല്ല ഇങ്ങനെ പുഴയേണ്ടി കൂടെ നടണമെന്ന് പറഞ്ഞു. ഫാദർ പറഞ്ഞു അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ചില്ലറയെല്ലാം കിട്ടുന്നത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വെച്ചത് ഞാൻ ഒരു പണിക്കാരനെ വിളിച്ചിട്ട് ഞാൻ തന്നെ പറിച്ചു എല്ലാം കൂട്ടി ഇങ്ങനെ ഫുള്ള് നട്ടു. കണിച്ചാർ കുണ്ടേരിയിൽ ബാവലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന തന്റെ 1 ഏക്കറിൽ അധികം വരുന്ന കൃഷിയിടത്തിൽ വ്യത്യസ്തമായ 50-ൽ പരം മുളകൾ നട്ടുപിടിപ്പിച്ച് പ്രകൃതി സംരക്ഷണത്തിന് പുതിയൊരു വഴി തെളിയിക്കുകയാണ് ഇദ്ദേഹം. ചെറുപ്രായത്തിൽ ഒരു കൗതുകത്തിന്റെ പേരിൽ തുടങ്ങിയ മുള സംരക്ഷണമാണ് ഇന്ന് അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ നേടിക്കൊടുത്തത്. ആ ചങ്ങാത്തം ഇതുവരെ എത്തി നിൽക്കുമ്പോൾ സ്വദേശിയും വിദേശിയുമായ ഇനത്തിൽപ്പെട്ട ധാരാളം മുളകൾ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലുണ്ട്. വിവിധയിനം മുളകളുള്ളതിനാൽ തന്നെ അറിയുവാനും പഠിക്കുവാനും വരുന്ന സന്ദർശകരുടെ എണ്ണവും ഒട്ടും കുറവല്ല. സ്കൂൾ അധ്യാപകനായിരുന്ന ഇദ്ദേഹം ശില്പകലകളിലും ഗാർഡനിങ്ങിലും ചെറുതേൻ വളർത്തലിനുമായി സമയം കണ്ടെത്തുന്നുണ്ട്. വീട്ടുമുറ്റത്ത് മുളങ്കൂട്ടം നട്ടുപിടിപ്പിച്ച് പ്രകൃതിയെ പ്രണയിക്കുകയാണ് റിട്ടയർഡ് സാമൂഹ്യശാസ്ത്ര അധ്യാപകനും പരിസ്ഥിതി ഗവേഷകനുമായ KJ അപ്പച്ചൻ സാർ. വ്യത്യസ്തമായ 50-ൽ പരം മുളകളാണ് ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തുള്ളത്. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും മഹത്തായൊരു മാതൃക നൽകുകയാണ് ഇദ്ദേഹം. ക്യാമറ പേഴ്സൺ അഞ്ജന വിൻസെന്റിനോടൊപ്പം അനന്യ വിജയൻ, DBC ന്യൂസ്. ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ വട്ടിയാംതോട് പാലങ്ങൾ വർഷങ്ങളായി അപകടാവസ്ഥയിൽ തുടരുന്നു. നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും സഞ്ചരിക്കുന്ന പ്രധാന പാലമാണ് ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലുള്ളത്.
ഉളിക്കൽ പഞ്ചായത്തിലെ ചക്കാത്തുപാലങ്ങൾ അപകടാവസ്ഥയിൽ തുടരുകയാണ്. 1987 ജനകീയ കമ്മിറ്റി നിർമ്മിച്ച വട്ടയാന്തോട് വയത്തൂർ പാലത്തിന്റെ കൈവരികൾ ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ഈ പാലങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഒരേ സമയം പാലത്തിലൂടെ 2 വാഹനങ്ങൾ കടന്നുപോകുന്നത് പ്രയാസകരമാണ്. ഉളിക്കൽ മണിക്കടവ് വയത്തൂർ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം കൂടിയായ ഈ പാലങ്ങൾ ശക്തമായ ഒരു മഴ പെയ്താൽ വെള്ളത്തിനടിയിലാവുകയും ഗതാഗതം തടസ്സപ്പെടുകയും മണിക്കടവ് വയത്തൂർ പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്യും. എല്ലാ കൊല്ലം മഴക്കാലത്ത് വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം ഒരു 5-8-9-10 പ്രാവശ്യം ഈ വെള്ളം മൂടിക്കിടക്കും. അതായത് ഈ പോർഷൻ്റെ ആ എഴുതിയതിന് മുകളിൽ വരെ വെള്ളം കയറും. ഈ പാലത്തിന് മുകളിൽ 2-3 നാൾ വെള്ളം കയറും. ആ സമയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതിൽ പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ നിച്ചാട് വഴി കറങ്ങിച്ചിട്ട് വേണം ഇവിടെ പോകാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ പാലത്തിന് തേയ്ഫ് എന്ന് പറഞ്ഞാൽ മരമെല്ലാം വന്നാൽ ചിലപ്പോൾ ഒന്ന് ഇതിനകത്തുനിന്ന് അടിഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാരെല്ലാം കൂടി കുത്തിമാരിലൊക്കെ ആയിട്ട് കടന്നു പോകുന്നത്. അപകട ഭീഷണി ഉയർത്തുന്ന ഈ പാലങ്ങൾ മാറ്റി പുതിയ പാലങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പിന് അപേക്ഷ കൊടുക്കുകയും പ്രപ്പോസൽ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. നിരവധി യാത്രക്കാരും സ്കൂൾ കുട്ടികളും ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട 2 പാലങ്ങളാണിത്. ഇനിയും ഈ സാഹചര്യം തുടർന്നാൽ യാത്രാ സൗകര്യം ഉൾപ്പെടെ ദുരിതത്തിലാവും. ഉടൻ പുതിയൊരു പാലം നിർമ്മിച്ച് യാത്രാ സൗകര്യം എളുപ്പമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയത്തൂർ വട്ടയാന്തോട് പാലങ്ങൾ അപകടാവസ്ഥയിലായിട്ട് വർഷം ഏറെയായി. പുതിയ പാലം പണിയാൻ അപേക്ഷ കൊടുത്തിട്ടും വെറും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. പുതിയ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഉളിക്കലിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയ് തിലകനൊപ്പം ജിനി ജോസഫ്, DBC ന്യൂസ്. തളർന്ന കൈകളും കാലുകളും ജീവിത വിജയത്തിന് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കണ്ണൂർ കുഞ്ഞിമംഗലം സ്വദേശി ഗണേഷ് കുമാർ. അത്തരത്തിൽ വ്യത്യസ്തനായ ഒരു കലാകാരനെ പരിചയപ്പെടാം. ഒരു പുലർവേളയിൽ മുഖംമൂടിയിരുന്ന പുതപ്പ് പല്ലുകൊണ്ട് വലിച്ചു നീക്കിയപ്പോൾ മുഖത്ത് വന്നു വീണ വെളിച്ചമാണ് ഗണേഷ് കുമാറിന് പുതുജീവിതത്തിലേക്കുള്ള വാതിൽ തുറന്നത്. കുഞ്ഞുനാളിലെ ഗണേഷിന്റെ ചലനശേഷി പോളിയോ രോഗം കവർന്നെടുത്തെങ്കിലും വിധിയെ പഴിക്കാതെ വീൽ ചെയറിലിരുന്ന് നിറമുള്ള സ്വപ്നങ്ങൾ കാണുകയാണ് അദ്ദേഹം. മാതാപിതാക്കളുടെ പിന്തുണ കൂടിയായപ്പോൾ ഗണേഷിന്റെ കലാജീവിതം കൂടുതൽ ഉണർവുള്ളതായി. അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിന്ന് ചിത്രങ്ങൾ വിരിഞ്ഞു. അസോസിയേഷൻ ഓഫ് മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റിംഗ് ആർട്ടിസ്റ്റ് അഥവാ AMFPA-യിൽ അംഗമാണിദ്ദേഹം. കുഞ്ഞുനാളിൽ മണ്ണിൽ വരച്ച ദൈവത്തിന്റെ ചിത്രങ്ങളാണ് ആദ്യ ചിത്രങ്ങൾ. അടുത്ത വീട്ടിലെ ബോംബെക്കാരൻ പയ്യൻ സമ്മാനിച്ച വാട്ടർ കളർ ഉപയോഗിച്ചാണ് താൻ ആദ്യമായി നിറമുള്ള ചിത്രം വരച്ചതെന്ന് ഗണേഷ് ഓർത്തെടുക്കുന്നു. പരിമിതികൾ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഓരോ പ്രതിസന്ധി വരുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ഊർജം എങ്ങനെ സംഭരിക്കാം എന്നാണ് ജീവന്റെ അന്വേഷണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആദ്യം കാലുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അതിനെ അതിജീവിച്ച് കുട്ടികളുടെ കൂടെ എങ്ങനെ കളിക്കാനെത്താം എന്നുള്ളതാണ്. അത് പലർക്കും പല അത്ഭുതങ്ങളും പല സന്തോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ചിത്രരചനയിൽ നിരവധി പുരസ്കാരങ്ങളാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. 1993 നേടിയ ദേശീയ അവാർഡ് ഗണേഷിന്റെ കഴിവിനെ എടുത്തുകാണിക്കുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് യങ് ഇന്ത്യൻ അവാർഡ് നൽകി AMFPA-യും ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 2006 ആരംഭിച്ച ഫ്ലൈ വിതൗട്ട് വിങ്സ് എന്ന അസോസിയേഷനും 1997 നിറം എന്ന പേരിൽ തുടക്കം കുറിച്ച സാംസ്കാരിക കേന്ദ്രവും ഗണേഷിന്റെ പ്രതിഭയെ എടുത്തുകാണിക്കുന്നു. ആകസ്മികതകളല്ല, ആത്മവിശ്വാസമാണ് അനിവാര്യമെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന ഗണേഷ് കുമാർ തന്റെ ചിത്രങ്ങളിലൂടെ ലോകത്തിനു മുഴുവൻ പുതിയ നിറക്കൂട്ട് നൽകുകയാണ്. പരിമിതികളിൽ തളരാത്ത അതിജീവനത്തിന്റെ കഥ പറയുകയാണ് ഗണേഷ് കുമാറിന്റെ ജീവിതം. പ്രതിസന്ധികളെ ചിറകുകളാക്കി പറക്കുകയാണ് ഇദ്ദേഹം. വൈകല്യങ്ങളോട് പോരാടുന്നവർക്ക് മാതൃകയും പ്രചോദനവുമാണ് ഗണേഷ് കുമാർ. കുഞ്ഞിമംഗലത്തു നിന്നും ക്യാമറ പേഴ്സൺ അഞ്ജനയ്ക്കൊപ്പം ജോയ്സ് മേരി ജോർജ്, DBC ന്യൂസ്. കണ്ണൂരിലെ നായ്ക്കാലി ടൂറിസം പദ്ധതിക്കായുള്ള കാത്തിരിപ്പ് നീളുന്നു. പദ്ധതി പ്രഖ്യാപിച്ച് 5 വർഷം പിന്നിട്ടിട്ടും അധികാരികൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. തറക്കല്ലിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടാകാതെ കിടക്കുകയാണ് നായ്ക്കാലി ടൂറിസം പദ്ധതി. കൂടാളി പഞ്ചായത്തിലെ നായ്ക്കാലി തുരുത്തിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന ലക്ഷ്യം വെച്ചായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. 20 കോടി നിർമ്മാണ ചെലവ് വരുന്ന പദ്ധതി മുൻ മന്ത്രി EP ജയരാജനായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ട പ്രവൃത്തിക്കായി 6 കോടി രൂപ ഭരണാനുമതി ലഭിച്ചെങ്കിലും കാര്യമായ ഒരു പുരോഗമനവും നടന്നിട്ടില്ല. നമ്മുടെ ഈ നായ്ക്കാലി ടൂറിസം പദ്ധതി 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിഭാവനം ചെയ്തൊരു പദ്ധതിയായിരുന്നു. അപ്പോൾ അത് കുറുവ ദ്വീപ് മോഡൽ, വയനാട്ടിലുള്ള കുറുവ ദ്വീപ് മോഡലിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ഒരു നിർദ്ദിഷ്ട രൂപമാണ് ഉണ്ടാക്കിയത്. അതിന്
പിന്നീട് 2019 നമ്മുടെ നാടിനെല്ലാം നടുക്കൊരു വെള്ളപ്പൊക്കം വന്നത്. അപ്പോൾ മൊത്തം മൂടിക്കിടന്ന അവസ്ഥയിൽ എല്ലാവർക്കും ഒരു ആശങ്കയായിരുന്നു, ഇവിടെ നടക്കുമോ ഈ ടൂറിസം പദ്ധതി, അങ്ങനൊരു ഇതുണ്ടായിരുന്നു. എന്നിരുന്നാലും പിന്നീട് കോവിഡ് വന്നു, അതിനുശേഷം സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്ത് എന്നുള്ള രൂപത്തിൽ ഒരു വഴി അവിടേക്ക് കിട്ടാൻ വേണ്ടി അവസാനം വരെ നല്ലൊരു ശ്രമം നടത്തി. പക്ഷേ പിന്നെ വഴി തരേണ്ട അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അത് കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും 7 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് നായ്ക്കാലി തുരുത്തിലേക്കുള്ളത്. അതിനാൽ തന്നെ പദ്ധതി പ്രാവർത്തികമായാൽ വലിയൊരു ടൂറിസം സാധ്യതയാണ് തുറക്കപ്പെടുന്നത്. എന്നാൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും കാര്യങ്ങൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. എയർപോർട്ട് വരുന്നതുകൊണ്ട് ഇവിടെ എന്തായാലും ആൾ കൂടും, ഈ സ്ഥലം നമുക്ക് മനോഹരമായൊരു ഇതാക്കാമെന്ന് എല്ലാവരും പറഞ്ഞ് പ്രേരിപ്പിച്ച് അടിപൊളിയായിട്ട് നമ്മൾ പന്തലും സ്റ്റേജും എല്ലാം ആക്കി 3-ാം ദിവസം നമ്മൾ തന്നെ പന്തലെല്ലാം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അവരാരും വന്നിട്ടുമില്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഇതൊരു നല്ലൊരു തോട്ടമാണ്, ഇത് കാടാണ്, ബനാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നായ്ക്കാലി ടൂറിസം പദ്ധതി നിലവിൽ വന്ന് നിർമ്മിക്കുമെന്ന് പറഞ്ഞ പക്ഷി സങ്കേതം, പുഷ്പോദ്യാനം, ട്രീ ഹട്ടുകൾ, കുട്ടികളുടെ പാർക്കുകൾ എന്നിവ വെറും വാഗ്ദാനങ്ങളായി പോവുകയാണ്. നായ്ക്കാലി ടൂറിസം പദ്ധതി വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ്. 20 കോടി നിർമ്മാണ ചെലവുള്ള പദ്ധതി യാഥാർത്ഥ്യമായാൽ തെളിയുന്നത് വലിയൊരു ടൂറിസം സാധ്യതയാണ്. പദ്ധതിക്ക് അനുയോജ്യമായ നടപടികൾ ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നായ്ക്കാലിയിൽ നിന്നും ക്യാമറമാൻ അക്ഷയ് തിലകനോടൊപ്പം മേഘ PV, DBC ന്യൂസ്. ബാരാപ്പോൾ ജലവൈദ്യുത കേന്ദ്രത്തിൽ വൈദ്യുതി ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചു. സമീപത്തെ കനാലിലുണ്ടായ ചോർച്ചയും കാലാവസ്ഥയും മൂലമാണ് ഉൽപ്പാദനം നിർത്തിയത്. കനത്ത ചൂട് മൂലം പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി നിർത്തിവെച്ചിരിക്കുന്നത്. ഇത്തവണ ഉൽപ്പാദിപ്പിക്കാനായത് 35 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ്. കഴിഞ്ഞ വർഷം 43 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. നമുക്ക് തുടർച്ചയായി കഴിഞ്ഞ വർഷങ്ങളിൽ കനാലിന് ഉണ്ടായിട്ടുള്ള ചോർച്ച മൂലം ചില പ്രശ്നങ്ങളുണ്ടാകുകയും കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തുകൊണ്ട് കുറച്ച് താമസം നേരിട്ടു. കൂടാതെ നല്ല മഴയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉൽപ്പാദനം നടത്താൻ വേണ്ടി സാധിച്ചു. ഈ വർഷം ഈ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് നല്ലൊരു ഉൽപ്പാദനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. നിലവിൽ ഇപ്പം നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളാണ് ഈ വേനൽക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുക. തുടർന്ന് നമുക്ക് മഴ ലഭ്യമാകുന്നതനുസരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. 50 ദശലക്ഷം യൂണിറ്റ് എന്ന ചരിത്ര നേട്ടം കൈവരിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യമിട്ട 36 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദനം പോലും നടത്താനായില്ല. ഈ സീസണിൽ ഉൽപ്പാദനം തുടങ്ങിയെങ്കിലും കനാൽ ചോർച്ച പരിഹരിക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസം ഉൽപ്പാദനം കുറയാനിടയാക്കി. മഴ വൈകിയതും ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചു. ഈ ഫെബ്രുവരി ആയപ്പോഴത്തേനും പെട്ടെന്ന് ചൂട് കൂടി, 40 ഡിഗ്രിയോളം ചൂട് കൂടി ആയല്ലോ. അപ്പോഴത്തേനും പെട്ടെന്ന് വെള്ളം പുഴയിലെ വലിഞ്ഞോടുകൂടി പിന്നെ വെള്ളമില്ലേ, പിന്നെ അവിടെ ഉൽപ്പാദനം നടക്കിയല്ലോ. 2021 49.83 ദശലക്ഷം യൂണിറ്റും 2022 43.27 ദശലക്ഷം യൂണിറ്റും ഉൽപ്പാദിപ്പിക്കാനായി. മഴ വൈകിയതിനാൽ ഈ വർഷം ജൂണിൽ പരീക്ഷണ ഉൽപ്പാദനം നടത്തിയെങ്കിലും മഴയുടെ കുറവ് മൂലം പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വന്നു. കനത്ത ചൂട് മൂലം പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതിനാൽ ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള ഉൽപ്പാദനം നിർത്തിവെച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് ഈ വർഷം ഉൽപ്പാദിപ്പിക്കാനായത്. വരും വർഷങ്ങളിൽ ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ബാരാപ്പോളിൽ നിന്നും ക്യാമറമാൻ ഫിദലിൻസോടൊപ്പം അക്ഷയ് തിലകൻ, DBC ന്യൂസ്. ഏതു മണ്ണും കൃഷിക്ക് അനുയോജ്യമാണെന്ന് തെളിയിക്കുകയാണ് പേരാവൂർ തില്ലങ്കേരിയിലെ ഷിംജിത്ത്. വിവിധങ്ങളായ ഔഷധ ചെടികളാലും നെല്ലുകളാലും സമൃദ്ധമാണ് ഈ കൃഷിസ്ഥലം. 1.5 ലക്ഷം രൂപ വിലയുള്ള മഞ്ഞൾ, ഒരു ദിവസം കൊണ്ട് വിളയുന്ന നെൽക്കതിർ, 1500ഓളം വരുന്ന ഔഷധ ചെടികൾ, പല മണത്തിലും രുചിയിലുമുള്ള തുളസി, തീപ്പെട്ടി കൊണ്ടുവരച്ചാൽ കത്തുന്ന പച്ചിലകൾ തുടങ്ങി ജൈവസമൃദ്ധമാണ് പേരാവൂർ തില്ലങ്കേരിയിലെ ഷിംജിത്തിന്റെ ജൈവകം ഫാം. അല്പം പാടശേഖരവും അതിനേക്കാളേറെ പാറക്കെട്ടുകളും കുന്നുകളുമുള്ള ഷിംജിത്തിന്റെ കൃഷിയിടം ഒരു പരീക്ഷണശാല കൂടിയാണ്. കതിരണിയാൻ പാകത്തിന് നിൽക്കുന്ന പാടങ്ങളും മരച്ചീനിയും പയറും ചീരയും വെണ്ടയും എല്ലാം മനസ്സിന് നൽകുന്നത് ഹരിതാപമായ കുളിരാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കൃഷിയിൽ താല്പര്യമുണ്ടായിരുന്ന ഷിംജിത്തിന്റെ ഗുരുനാഥൻ അച്ഛനാണ്. 260 തരം നെല്ലും 130 തരം ഇഞ്ചിയും മഞ്ഞളും മുത്താറിയും എള്ളും മാത്രമല്ല 10 തരം പച്ചമുളകും ചീരയും മത്സ്യകൃഷിയും തേനീച്ച കൃഷിയും വിവിധ ഇനം ഔഷധ ചെടികളാലും നിറഞ്ഞതാണ് കൃഷിത്തോട്ടം. കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ 1500ഓളം ഔഷധ സസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഔഷധ സസ്യങ്ങളിൽ തന്നെ കറ്റാർവായ തന്നെ ഒരു 14,000 കറ്റാർവായകൾ, തുളസിയിലൊരു 42 തരം തുളസികൾ,
പിന്നെ കായമൂത്, കുന്തിരിക്കം, രുദ്രാക്ഷം, പിന്നെ അതുപോലെ മഞ്ഞളിൽ ഒരു വില കൂടിയ ടൈപ്പ് വാടാർ മഞ്ഞൾ എന്ന് പറയുന്ന ഒരു മഞ്ഞൾ 1 കിലോന് 1.5 ലക്ഷം രൂപക്ക് വരെ കൊടുക്കുന്ന മഞ്ഞളുകൾ ഇതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ സ്ഥലം കേന്ദ്ര സർക്കാർ ജൈവവൈവിധ്യ പഠന കേന്ദ്രമായി പ്രഖ്യാപിച്ചതാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് ഈ കൃഷിസ്ഥലം. 65 സെന്റ് സ്ഥലത്തു നിന്നായിരുന്നു കൃഷിയിലേക്കുള്ള തുടക്കം. സ്വന്തമായുള്ള 4 ഏക്കർ സ്ഥലത്തും പിന്നീട് പാട്ടത്തിനെടുത്ത സ്ഥലത്തുമായാണ് കൃഷി ചെയ്തു വരുന്നത്. കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാതെയുള്ള വിളകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. മേളകളിൽ വിളകളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തിവരുന്നു. അക്ഷയശ്രീ സംസ്ഥാന പുരസ്കാരം, സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകനുള്ള 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന പുരസ്കാരവും ഷംജിത്തിന് ലഭിച്ചിട്ടുണ്ട്. വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഷംജിത്തിന്റെ ജൈവ കൃഷിത്തോട്ടം. മണ്ണിൽ 100 മേനി കൊയ്ത് വിളവെടുക്കുകയാണ് ഈ കർഷകൻ. ജൈവ കൃഷിയിലൂടെ ഷംജിത്ത് നേടിയെടുത്തത് പുരസ്കാരങ്ങൾ മാത്രമല്ല, ഒരു നല്ല കർഷകൻ എന്ന സ്വപ്നം കൂടിയാണ്. പേരാവൂർ തില്ലങ്കേരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയ് തെളിനൊപ്പം ജിനി ജോസഫ്, DBC ന്യൂസ്. ശില്പകലയിൽ ദൃശ്യവിരുന്നൊരുക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ ഷമൽ എന്ന ചെറുപ്പക്കാരൻ. യാതൊരുവിധ പരിശീലനവും ലഭിക്കാതെയാണ് ഷമൽ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഇഷ്ടമുള്ളതെന്തും ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്ന മനസ്സുണ്ടായാൽ മതി. സമയം നമുക്ക് താനേ കണ്ടെത്താൻ കഴിയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കണ്ണൂർ ആദികടലായിലെ ഷമലിന്റെ ജീവിതം. ആശ്രയം സ്പെഷ്യൽ സ്കൂളിൽ ബസ് ഡ്രൈവറായി തുടരുമ്പോഴും തനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ ശില്പങ്ങൾ നിർമ്മിക്കുവാനായി ഈ കലാകാരൻ മാറ്റിവെച്ചിരിക്കുന്നു. ശില്പകലയിൽ വേണ്ടത്ര പരിശീലനം ലഭിക്കാഞ്ഞിട്ട് പോലും ഷമൽ നിർമ്മിക്കുന്ന ശില്പങ്ങൾ ഏതൊരു കാഴ്ചക്കാരനെയും അമ്പരിപ്പിക്കും. തന്റെ കുട്ടിക്കാലം തൊട്ടേ കണ്ടുവളർന്ന തെയ്യക്കോലങ്ങളും കഥകളിയും ഇവിടെ ശില്പങ്ങളായി വീണ്ടും ജന്മമെടുക്കുന്നു. മുത്തപ്പൻ, രക്തചാമുണ്ടി, പൊട്ടൻ തെയ്യം, ഗുളികൻ, വയനാട്ടുകുലവൻ, ഇങ്ങനെ നീളുന്നു ശില്പമായി രൂപം പ്രാപിച്ച തെയ്യക്കോലങ്ങളുടെ പേരുകൾ. എനിക്ക് 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പിന്നെ ഈ ചിത്രം വരയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അത് പിന്നെ വര കുറേ കാലത്തിന് ശേഷം പിന്നെ തെയ്യങ്ങൾ കാണാൻ വേണ്ടി പോയി. തെയ്യത്തോ കണ്ട് തെയ്യത്തിനോടുള്ള ഒരു താല്പര്യം വരാൻ തുടങ്ങി. അങ്ങനെ തന്നെ ആ ശില്പത്തിലേക്ക് ആദ്യം ചിരട്ടകൾ കൊണ്ടാണ് ഞാൻ ശില്പങ്ങൾ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ക്ലേ ഉപയോഗിച്ചിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പ്രശസ്ത വ്യക്തികളുടെ രൂപങ്ങൾ ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തതും ഇവരുടെ വീട്ടിൽ കാണാൻ സാധിക്കും. 3 മാസം എടുത്ത് മഹാഭാരതത്തിലെ ഗീതോപദേശം അടിസ്ഥാനമാക്കി നിർമ്മിച്ച ശില്പമാണ് ഷമൽ നിർമ്മിച്ചതിൽ ഏറ്റവും വലുത്. വണ്ടി ഓടിക്കുന്ന ഉപജീവനമാർഗമായി തുടർന്നു പോകുമ്പോഴും തന്റെ പ്രാണനായ ശില്പകലയെ വിടാതെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഷമൽ. ഷമലിന്റെ കൈയാൽ തീർക്കുന്ന ശില്പങ്ങൾ ഏതൊരു കലാ ആസ്വാദകനെയും കലയുടെ വിസ്മയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. തന്റെ ജീവിത തിരക്കിനിടയ്ക്കും താൻ ഏറെ ഇഷ്ടപ്പെടുന്ന കലയ്ക്കായി സമയം മാറ്റിവെക്കുന്ന ഷമൽ നമുക്ക് ഏവർക്കും ഒരു പ്രചോദനമാണ്. കണ്ണൂർ ആദികടലായിൽ നിന്നും ക്യാമറാമാൻ അക്ഷയ് തിലകനോടൊപ്പം മേഘ PV, DBC ന്യൂസ്. സോയിൽ പൈപ്പിംഗ് മൂലം ദുരിതത്തിലായ കേളകം ശാന്തിഗിരിയിലെ ആളുകളെ തിരിഞ്ഞു നോക്കാതെ അധികാരികൾ. നിരവധി കുടുംബങ്ങളാണ് ഭീതിയോടെ വർഷങ്ങളായി ഈ പ്രദേശത്ത് കഴിയുന്നത്. 2018 പ്രളയത്തിനു ശേഷം ഭൂമിയിൽ വിള്ളൽ പ്രതിഭാസമുള്ള കേളകം ശാന്തിഗിരിയിലെ ജനങ്ങൾ ഇപ്പോഴും കഴിയുന്നത് ഭീതിയോടെയാണ്. ഭൂമി വിള്ളലിന്റെ കാരണം കണ്ടെത്താൻ എല്ലാ വർഷവും വിദഗ്ധ സംഘങ്ങൾ പഠനത്തിനായി എത്തുന്നുണ്ടെങ്കിലും കൃത്യമായ കാരണം കണ്ടെത്താനോ പരിഹാരമുണ്ടാക്കാനോ സാധിച്ചിട്ടില്ല. ഇവിടെ 2004 ഇത് ഫസ്റ്റിലെ സെൽഫ് പൈപ്പിങ്ങിൻ്റെ ഒരു ചെറിയ വിള്ളൽ പോലെ കാണുന്നത്. അത് താഴെ ഒരു വീടിനാണ് ആദ്യം കണ്ടത്. ആ വീട് ഇപ്പോൾ പൂർണ്ണമായി നശിച്ചു. അതിൽ അവർക്ക് ഗവൺമെന്റിന് ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിയതേ ഉള്ളൂ. പിന്നെ രണ്ടാമതൊന്നും കിട്ടില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴക്കാലത്ത് ഭൂമിയിലെ വിള്ളലുകൾ വ്യാപിക്കുകയും നിരവധി വീടുകൾ തകരുകയും ചെയ്തിരുന്നു. മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ വീടുകൾ മാത്രമല്ല ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. അപ്പോൾ ഇവിടേക്ക് ഈ കോറികളുടെ ഒരു പ്രവർത്തനം ഇതിലേക്ക് ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ചലനഫലമായിട്ടാണ് വിള്ളലുകൾ സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വന്നത്. പിന്നെ എന്താ പറയുക, അതിൻ്റെ സ്വാഭാവികമായ ഉറവകളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മണ്ണിട്ടതും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. ഭൂമി വിള്ളൽ കാരണം പ്രതിസന്ധിയിലായ ഇവർക്ക് സ്ഥലം വിൽപ്പന നടത്താനോ നിർമ്മാണ പ്രവർത്തനങ്ങളോ യന്ത്രം ഉപയോഗിച്ചുള്ള സ്ഥലം ഒരുക്കലോ സാധ്യമല്ലാത്ത അവസ്ഥയിലാണിപ്പോൾ.
ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഇവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ നൽകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രളയത്തിന് ശേഷം നിരന്തരം വിള്ളലുകൾ രൂപപ്പെടുന്ന പ്രദേശത്തെ 13ഓളം കുടുംബങ്ങളാണ് നിലവിൽ ഭീഷണിയിലുള്ളത്. ദുരന്ത നിവാരണ സേനയും ജിയോളജി സംഘവും ശാന്തിഗിരി സന്ദർശിച്ചെങ്കിലും സന്ദർശനമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ അഞ്ജന വിൻസെന്റിനോടൊപ്പം അനന്യ വിജയൻ, DBC ന്യൂസ്. 51-ാം വയസ്സിൽ പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹം. ആട് വളർത്തലിനിടയിൽ അക്ഷരം പഠിച്ച സതിച്ചേച്ചി വായിച്ചു തീർത്തത് 1000-ലധികം പുസ്തകങ്ങൾ. കാസർകോട്ടെ സതിച്ചേച്ചിയുടെ പുസ്തക വിശേഷങ്ങളാണിനി. നേരം വെളുത്തു. ആടുകളുടെ പള്ള നിറയ്ക്കാൻ സതിച്ചേച്ചി ഇറങ്ങുകയാണ്. കൂട്ടിന് കൈസർ എന്ന നായയുമുണ്ട്. പുഴയുടെ തീരത്തെ പുൽമേടുകളിലേക്കാണ് യാത്ര. അവിടെ എത്തിയാൽ ആടുകളെ മേയ്ക്കാൻ വിടും. പിന്നെ സതിച്ചേച്ചി തിരക്കിലാണ്. 3 ക്ലാസ് തേച്ചും പഠിച്ചില്ല. അത് പഠിച്ചാലും മറന്നു. ബീഡി ചേർക്കാൻ പഠിച്ചു. ബീഡി ചേർച്ചിട്ടാകുമ്പോൾ ഇത് അക്ഷരം മറന്നുപോയി. 3-ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയ സതിച്ചേച്ചിക്ക് അക്ഷരങ്ങളൊന്നും അത്ര തിട്ടമല്ലായിരുന്നു. എന്നാൽ വായനയോടുള്ള ഇഷ്ടം സതിച്ചേച്ചിയെ വീണ്ടും അക്ഷരലോകത്തെത്തിച്ചു. 92 കല്യാണം കഴിഞ്ഞിട്ട് 2003 അപ്പോൾ ഓനെ സ്കൂളിൽ ചേർത്ത് 6-ാം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു പുസ്തകം വേണം. അങ്ങനെ പുസ്തകം കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ വായിക്കാൻ തുടങ്ങി. വായിക്കുമ്പോൾ അറിയുന്നില്ല. പിന്നെ ഓനോരോ അക്ഷരം പറഞ്ഞു അങ്ങനെ വായിച്ചു. 1000-ലധികം പുസ്തകങ്ങളാണ് സതിച്ചേച്ചി ഇതിനകം വായിച്ചു തീർത്തത്. വായിച്ച പുസ്തകങ്ങളിലെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരുകളാണ് തന്റെ പ്രിയപ്പെട്ട ആടുകൾക്ക് നൽകിയിരിക്കുന്നതും. പുഴവക്കത്ത് ആടുകൾ മേഞ്ഞു നടക്കുമ്പോൾ സതിച്ചേച്ചി ഏതെങ്കിലും മരച്ചുവട്ടിലിരുന്ന് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങും. ആ വായന തീരുമ്പോഴേക്കും ആടുകളുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും. ഈ സതിച്ചേച്ചി ഇന്ന് കാസർഗോഡ് പെരളക്കാരുടെ സ്വന്തം വായനക്കാരിയാണ്. ചില മനുഷ്യരങ്ങനെയാണ്. വലിയൊരു ഗ്രന്ഥശാല പോലെ ഒരുപാട് കഥകൾ, കവിതകൾ അവരിൽ ഒളിഞ്ഞിരിക്കുന്നു. പുസ്തകങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അക്ഷരം പഠിച്ച സതിച്ചേച്ചിക്ക് 1000-ലധികം പുസ്തകങ്ങൾ വായിച്ചതിന്റെ കഥ പറയാനുണ്ട്. ആടുമേയ്ക്കലിന്റെ ഇടവേളകൾ ഫലപ്രദമാക്കി ആടുജീവിതം വായനാ ജീവിതമാക്കുന്ന സതിച്ചേച്ചി ഏവർക്കും പ്രചോദനമാണ്. ക്യാമറ പേഴ്സൺ ജോയ്സിനൊപ്പം അഞ്ജന വിൻസെന്റ്, DBC ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ 2-ാം കടവ് കോളനി നിവാസികൾ. പരാതി നൽകിയെങ്കിലും പരിഹാരമില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ. ബാരപ്പോളിൽ വൈദ്യുതി ഉൽപാദനം താൽക്കാലികമായി നിർത്തി. പ്രതിസന്ധിക്ക് കാരണം കാലാവസ്ഥയിലെ മാറ്റം. പുഴയിലെ നീരൊഴുക്കിലും ഗണ്യമായ കുറവ്. കേളകം ശാന്തിഗിരിയിലെ ഭൂമിയിലെ വിള്ളലുകൾ രൂക്ഷം. സോയിൽ പൈപ്പിംഗ് പ്രധാന പ്രതിസന്ധി. പഠനം നടത്തിയ ഒരു പഞ്ചായത്തിനോട് പറഞ്ഞു ഇവിടെ താമസയോഗ്യമല്ല. ഭീതിയോടെ 13ഓളം കുടുംബങ്ങൾ. ചീമേനിയിൽ IT പാർക്കിന് ഏറ്റെടുത്ത സ്ഥലം കാട് മൂടിയ നിലയിൽ. പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. നശിക്കുന്നത് കോടികൾ മുടക്കിയ പദ്ധതി. ഉളിക്കൽ പഞ്ചായത്തിലെ 2 പാലങ്ങൾ അപകടാവസ്ഥയിൽ. പുതിയ പാലത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. പ്രതിസന്ധിയിലായി നാട്ടുകാർ. വർഷങ്ങൾ പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമാകാതെ നായിക്കാലി ടൂറിസം പദ്ധതി. നിർമ്മാണ ചിലവായി കണക്കാക്കുന്നത് 20 കോടി രൂപ. പൂർത്തിയാക്കാത്തത് 2019 തറക്കല്ലിട്ട പദ്ധതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.